മൂന്നാറിലെ സ്വർഗ്ഗകവാടത്തിന് മുന്നിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ആർക്കെങ്കിലും സംശയമുണ്ടോ? എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ ഉള്ളത് ഗ്യാപ്പ് റോഡിൽ ദേവികുളത്തിനടുത്താണ്. ഇവിടെ നിന്നും ദേ കാണുന്ന വഴിയിലൂടെ ഇടത്തേക്ക് തിരിഞ്ഞ് നമ്മൾ പോകുന്നത് മൂന്നാറിലെ ഏറ്റവും മനോഹരമായ ഒരു സ്ഥലത്തേക്കാണ്. ഒരുപാട് ഇൻസ്റ്റാഗ്രാം റീൽസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ള മൂന്നാറിലെ മോസ്റ്റ് ബ്യൂട്ടിഫുൾ പ്ലേസായ മാനിലയിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ദേവികുളം ടൗണിലേക്കുള്ള വഴിയിലൂടെയാണ് കേട്ടോ. അങ്ങനെ കുറച്ച് ദൂരം സഞ്ചരിച്ച് നമ്മൾ ദേവികുളം ടൗണിന് അടുത്തെത്താറായി കഴിഞ്ഞു. ആ താഴേക്കുള്ള വഴിയെ കൂടി പോയി കഴിഞ്ഞാൽ ദേവികുളം ടൗണിലേക്ക് ചെല്ലും. ആ ഓട്ടോറിക്ഷ പോകുന്ന വഴിയിലൂടെയാണ് നമുക്ക് പോകേണ്ടത്. നമ്മൾ പോകുന്ന ഈ വഴിയിലാണ് ദേവികുളത്തെ സബ് ജയിലുള്ളത്. ഇതാണ് ദേവികുളത്തെ സബ് ജയിൽ. എനിക്ക് നല്ല തണുപ്പാണ് ഫീൽ ചെയ്യുന്നത്. ഇവിടുത്തെ കുറ്റവാളികളുടെ അവസ്ഥ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ഇവിടെ അധികം നിന്ന് കറങ്ങിയാൽ ശരിയാകുകയില്ല. അതുകൊണ്ട് വേഗം പോയേക്കാം. സൈലൻറ്റ് വാലിക്ക് പോകുന്ന വഴിയാണ് കണ്ടത്. ഈ നേരെ കിടക്കുന്ന വഴിയിലൂടെയാണ് നമുക്ക് മാനില എസ്റ്റേറ്റിലേക്ക് പോകേണ്ടത്. ഞാൻ വന്നപ്പോൾ ഏകദേശം 5 മണിയായി. എങ്കിലും ഇവിടുത്തെ സ്ഥലത്തിൻ്റെ ഭംഗിക്കൊന്നും ഒരു കുറവും സംഭവിച്ചിട്ടില്ല. ഈ 4 വഴികളിൽ ആ മഞ്ഞ ബോർഡ് വെച്ച വഴിയാണ് സൈലൻറ്റ് വാലിയിലേക്ക് പോകുന്നത്. നേരെ കിടക്കുന്ന ആ വഴിയിലൂടെ ഏകദേശം 1 കിലോമീറ്ററോളം ദൂരം സഞ്ചരിച്ച് വേണം നമുക്ക് നമ്മുടെ ആ മനോഹരമായ സ്ഥലത്തെത്താൻ. നല്ലപോലെ കോടമഞ്ഞിറങ്ങി തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഇവിടുത്തെ തണുപ്പും ഈ തേയിലയുടെ പച്ചപ്പും കൂടി ആയി കഴിയുമ്പോൾ ഈ യാത്ര ഒരിക്കലും മറക്കാൻ പറ്റാത്ത അനുഭൂതിയാണ് നമുക്ക് സമ്മാനിക്കുന്നത്. എസ്റ്റേറ്റ് റോഡായതുകൊണ്ട് അത്യാവശ്യം കുണ്ടും കുഴിയൊക്കെ ഉണ്ട്. അതൊക്കെ സഹിച്ച് വേണം അങ്ങ് പോകാൻ. ഏതായാലും ഇത്രയും സഹിച്ച് അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ഒരു നഷ്ടവും വരച്ചില്ലാത്ത കാഴ്ചകളായിരിക്കും അവിടെ നമ്മളെ കാത്തിരിക്കുന്നത്. കോടമഞ്ഞിറങ്ങി വന്ന് ഗ്യാപ്പ് റോഡ് മൂടുന്ന കാഴ്ച നിങ്ങളെല്ലാവരും കണ്ടോ? താഴെ ദേവികുളം ടൗണും കാണാവേ. അപ്പോൾ എസ്റ്റേറ്റിലെ കാഴ്ചകളും കണ്ടുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം.
സ്വർഗത്തിൻ്റെ കവാടത്തിലെത്തിയിരിക്കുകയാണ്. ശരിക്കും സ്വർഗതുല്യമായൊരു സ്ഥലമാണിത്. ഈ ഒരൊറ്റ സ്ഥലമാണ് റീൽസിലേക്ക് ഭയങ്കരമായിട്ട് ഫേമസായി മില്യൺ കണക്കിന് വ്യൂസ് കൊണ്ടുവന്നത്. അങ്ങ് ദൂരെയാ കോടമഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ നല്ല അടിപൊളി വ്യൂ ആണ് നമുക്ക് ഇവിടെ നിന്നും കാണാൻ സാധിക്കുന്നത്. ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്തെന്നാൽ ഈ പോകുന്ന കാറ് കണ്ടോ, ഈ കാർ ഓടി അങ്ങ് ചെന്ന് ഭൂമിയുടെ അറ്റത്ത് മറയുന്നതായിട്ടാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. മൂന്നാർ ഗ്യാപ്പ് റോഡ് കാണാൻ വരുന്നവർ ഉറപ്പായും ഈ സ്ഥലം ഒന്ന് വിസിറ്റ് ചെയ്യണം കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ആർക്കും വെറുതെ ഇരിക്കാൻ പറ്റില്ല. ഞാനും എൻ്റെ കലാപരിപാടികൾ തുടങ്ങുകയാണ്. ഈ സ്വർഗ്ഗകവാടത്തിനപ്പുറേ മാനില ഗ്രാമമൊക്കെ ഉണ്ട്. അതിൻ്റെ വീഡിയോ ഉടൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ദയവായി എല്ലാവരും ഒന്ന് കാത്തിരിക്കണേ. അപ്പോൾ എന്തായാലും ഞാനിവിടെ നിന്ന് കുറച്ച് വീഡിയോയും ഫോട്ടോസും ഒക്കെ എടുത്തിട്ടേ തിരിച്ചു പോകുന്നുള്ളൂ. നിങ്ങൾക്ക് എൻ്റെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന വിശ്വാസത്തോടെ വീണ്ടും ഒരു വീഡിയോയുമായി ഉടൻ തന്നെ കാണാമെന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു.